പരിശുദ്ധ ഹജ്ജ് യാത്രക്കായി തയ്യാറെടുക്കുന്നവർ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തേത് വാക്സിനേഷൻ. ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം നിർബന്ധമായിട്ടുള്ള മെനിങ്കോകോക്കൽ വാക്സിൻ എല്ലാവരും എടുക്കുന്നതാണ്. അതോടൊപ്പം ഹൈ റിസ്ക് ഗ്രൂപ്പ്, അതായത് 60 വയസ്സിന് മുകളിലുള്ളവർ, ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ, റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ഒക്കെ പോലെ വരുന്നവർ, ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലംസ്, ലങ് റിലേറ്റഡ് ഡിസീസസ് ഉള്ളവർ, ആസ്മ, COPD എന്നിവരെല്ലാം തന്നെ ഓപ്ഷണൽ വാക്സിൻസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും എടുക്കുന്നത് വളരെ നന്നായിരിക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരേ സ്ഥലത്ത് കൂട്ടമായി നിൽക്കുമ്പോൾ പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് പിന്നീട് ഒരു ന്യൂമോണിയ സിവിയാരിറ്റിയിലേക്ക് മാറുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിനുകൾ നമ്മൾ നിർദ്ദേശിക്കുന്നത്. രണ്ടാമതായി ഹെൽത്ത് ചെക്കപ്പ്. ലോങ് ടേം ഡിസീസും റെഗുലറായി മെഡിസിൻ കഴിക്കുന്നവരും ഡോക്ടറെ കണ്ട് അവരുടെ ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ദിവസത്തേക്കുള്ള മരുന്നുകൾ കയ്യിൽ ശേഖരിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് ക്ഷീണം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, ഇടക്കിടക്ക് ചുമ വരിക, കുറച്ച് സ്റ്റെപ്പൊക്കെ കയറുമ്പം കിതപ്പ് തോന്നുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ യാത്രക്ക് മുമ്പായിട്ട് ഡോക്ടറെ കണ്ട് ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് നടത്തുക. കാരണം അൺഡയഗ്നോസ് ആയിട്ടുള്ള സിംറ്റംസ് ഉള്ളവർക്കാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് പീരിയഡ്സ് ഡിലേ ചെയ്യാനുള്ള മെഡിസിൻസ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങേണ്ടതാണ്. ഹജ്ജ് കർമ്മങ്ങളിൽ ധാരാളം നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ചെങ്കിലും ഒന്ന് നടന്ന് ശീലിക്കുക. അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കുന്ന ചപ്പൽ, അത് ഇവിടെ ഇട്ട് ഒന്ന് ആ ചെരുപ്പ് ഒന്ന് യൂസ് ടു ആവുക. കാരണം ഷൂ ബൈറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾ വസ്ത്രങ്ങൾ കഴിവതും നല്ല കോട്ടൺ, കംഫർട്ടബിൾ, ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കരുതുക. അതുപോലെ തന്നെ പർദ്ദ, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള പർദ്ദ കരുതുന്നതായിരിക്കും നല്ലത്. ഇനി അവിടെ എത്തിയാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം പുറത്തു പോവാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മുടെ കേരള ഭക്ഷണം വിട്ട് വേറൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താണോ ഭക്ഷണം അവൈലബിൾ ആയിട്ടുള്ളത് ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഹജ്ജ് യാത്ര സുരക്ഷിതവും ആരോഗ്യപരവുമായി മാറ്റട്ടെ. അതുപോലെ തന്നെ മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.